Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ തിയറി പേപ്പർ ആണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. ലോ പേപ്പർ ആണ്. ഒരുപാട് കുട്ടികൾ തിയറി പേപ്പറിൽ തോൽക്കാറുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് റെഗുലേഷൻ. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, മോർ ദാൻ 90% സ്കോർ ചെയ്യണമെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, ബികോം 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ബികോം BBA സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. നമുക്ക് തേർഡ് സെമസ്റ്ററിൽ അല്ലെ ബിസിനസ് ലോ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ കമ്പനിയുടെ ലോ ഡീറ്റെയിൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ കമ്പനീനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിൽ പഠിച്ചിട്ടുള്ള പല കൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും, എസ്പെഷ്യലി മൊഡ്യൂൾ നമ്പർ 3. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. സോ ബേസിക്സ് ആണെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നിർബന്ധമായി നമുക്ക് essay ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എല്ലാ പേപ്പറിലും ഒരു essay. ഈ ചാപ്റ്ററിൽ ഉള്ള ടോപ്പിക്സിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഉള്ള ഏരിയാസിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സ്റ്റഡി മെറ്റീരിയലിലെ പ്രസന്റേഷൻ വളരെ പൂറാണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഞാൻ പറഞ്ഞു 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമേഷൻ ഓഫ് കമ്പനീസ് ആണ് മറ്റൊരു ചാപ്റ്റർ വരുന്നത്. ഇതിൽ നിന്നും essay വരാറുണ്ട്. പിന്നെ essay കമ്പൽസറി ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പനി മീറ്റിംഗ്സ് ആൻഡ് വൈൻഡിങ് അപ്പ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 5 ഈ 2 മൊഡ്യൂൾസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 essay കിട്ടും. 4 essayയിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതിയില്ലേ. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 2 മൊഡ്യൂളിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ 2 essay 2 മാർക്സ് ചോദ്യങ്ങൾ 5 മാർക്സിലേക്ക് ഒരു 3-4 ചോദ്യങ്ങൾ വരെ കിട്ടും. എന്ന് പറഞ്ഞാൽ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഈ 2 മൊഡ്യൂൾസ് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് കടക്കാം. പിന്നെ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് വരാറ്. ഫോർമേഷൻ ഓഫ് കമ്പനീസും കട്ടക്കി നിൽക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഉള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ്. കമ്പനീസ് ആക്ട് 2013 നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം കിട്ടും. essay ആയിട്ടടക്കം 5 മാർക്കിന്റെ ചോദ്യത്തിൽ പലപ്പോഴും വരാറുള്ളതാണ്. കമ്പനീസ് ആക്ട് 2013ന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. കമ്പനീസ് ആക്ട് 2013ന്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ട് 5 മാർക്കിന്റെ തിയറി ചോദ്യം. അപ്പൊ ഫീച്ചേഴ്സ് കമ്പനീസ് ആക്ട് 2013 നിർബന്ധമായും പഠിക്കുക, സ്കിപ്പ് ചെയ്യരുത്. കണ്ടോ, ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ അതിനുശേഷം കമ്പനി എന്താണ്, കമ്പനി 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരും, നിർബന്ധമായും പഠിക്കുക. ഫീച്ചേഴ്സ് ഓഫ് കമ്പനി പഠിച്ചു വെക്കുക, 5 മാർക്കിന്റെ ചോദ്യത്തിൽ കാണാറുണ്ട്. കമ്പനിയുടെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013നെ പറ്റിയിട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സ് കേട്ടോ, 2 നോക്കണം. 5 മാർക്സിന്റെ ചോദ്യമാണ്. ഇനി കൈൻഡ്സ് ഓഫ് കമ്പനീസ് essayക്കും വന്നിട്ടുണ്ട്. ദെൻ ഈ കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ ഏതെങ്കിലും 1-2 കമ്പനീസിനെ പറ്റിയിട്ട് 2 മാർക്സിന്റെ ചോദ്യത്തിലും വരാറുണ്ട്.
അപ്പൊ കൈൻഡ്സ് ഓഫ് കമ്പനീസ് എസ്സിക്ക് ലാസ്റ്റ് ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ചോദിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ ഏതെങ്കിലും 1-2 നമുക്ക് 2 മാർക്കിന്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. ഇപ്പൊ പ്രൈവറ്റ് 1% കമ്പനി റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി നോക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെ കമ്പനീസിൽ ഡിഫറെന്റ് ടൈപ്സ്, രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്, പിന്നെ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി, ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് കമ്പനി, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഞാൻ വീണ്ടും പറയണോ, ഇതിലത്തെ പ്രസന്റേഷൻ അസോസിയേറ്റ് കമ്പനി ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. ഡോർമൻ കമ്പനി ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്റെ. അപ്പൊ ഇതൊക്കെ 2 മാർക്കിന്റെയിലും SIക്ക് ഒരു ഒറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1% കമ്പനി 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 മാർക്സിന്റെ സ്മോൾ കമ്പനി ചോദിച്ചിട്ടുണ്ട്, 2 മാർക്സിന്റെ 2-3 ചോദ്യങ്ങൾ കിട്ടും, 2 മിനിമം ഗവൺമെന്റ് കമ്പനി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് essay ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമായിട്ടോ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണിത്. എന്താണ് കോർപ്പറേറ്റ് വെയിൽ? ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കണം. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ SIക്ക് ചോദിച്ചു, അതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ 5 മാർക്കിന്റെ ചോദ്യമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് കുറവാണ്. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണ്, 2ഉം പഠിച്ചിരിക്കണം. സോ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കാര്യമായിട്ട് സ്കിപ്പ് ചെയ്യാനില്ല എന്ന് ഞാൻ പറഞ്ഞേ. കോർപ്പറേറ്റ് വെയിലിന്റെ ഏരിയാസ്, കമ്പനീസിന്റെ ബേസിക്സ്, കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ്, കമ്പനി എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പനി, ഇത് മുഴുവൻ പഠിക്കണം. അപ്പോൾ ഈ 2-3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് essay നിർബന്ധമായും നമുക്ക് പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് വെയിലോ അല്ലെങ്കിൽ കമ്പനീസിനെ പറ്റിയുള്ള ബേസിക്സോ, ഇപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പനി, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഫോർമേഷൻ ഓഫ് കമ്പനീസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഫോർമേഷൻ ഓഫ് കമ്പനീസിൽ നമുക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. സോ ഇതിലെ പ്രൊമോട്ടർ ആരാണ് 2 മാർക്സിന്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. നിർബന്ധമായും 2 മാർക്കിന്റെയിലേക്ക് വേണ്ടി നോക്കുക. ഇനി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ലാസ്റ്റ് 3 ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു essay ചോദ്യമാണത്. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്താണ്, എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, SIക്ക് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ആ രീതിയിലാണ് പറയാനുള്ളത്. നേരെ മറിച്ച് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ആ ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമിന് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. അപ്പൊ ഇൻകോർപ്പറേഷൻ നിങ്ങളുടെ ടൈമിന്റെ ബേസിൽ നോക്കാം. ഇനി കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ഏതെങ്കിലും, അത് ഒരു പ്രാവശ്യം പേപ്പറിൽ ഷെയർ ക്യാപിറ്റൽ എന്താണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അത് 5 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ട് 2 മാർക്കിനും വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും നോക്കി വയ്ക്കുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏതെങ്കിലും ഒന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഏരിയ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. 2 മാർക്കിന്റെ ചോദ്യത്തിലോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇങ്ങനെയാണ് ചോദിക്കാറ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, അതിന്റെ കണ്ടന്റ്സ്, ഇത് 5 മാർക്കിന്റെ വരാറുള്ളതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ളത് 2 മാർക്കിന്റെ വരാറുണ്ട്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ഇതില് സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, ലയബിലിറ്റി ഇതൊക്കെ നോക്കാം. ഓക്കെ, മെമ്മോറാണ്ടത്തിന്റെ കണ്ടന്റ്സ് ഞാൻ പറഞ്ഞു 5 മാർക്സിന്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സോ അതാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് 2 മാർക്സിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന 2-3 ടോപ്പിക്കുകൾ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന്റെ ചോദ്യമായിട്ട് എല്ലാ പേപ്പറിലും വരുന്നതാണ്. അതിൽ ആദ്യത്തെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് എന്താണ്, അൾട്രാവയേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്, ദെൻ ഇഫക്ട്സ് ഓഫ് അൾട്രാവയേഴ്സ് ട്രാൻസാക്ഷൻ, നിർബന്ധമായും പഠിക്കുക. ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് എന്താണെന്നുള്ളത് 2 മാർക്കിന്റെയിലേക്ക് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഞാൻ പറഞ്ഞു എന്താണെന്നുള്ള 2 മാർക്കിന് വലിച്ചു വാരി പഠിക്കണ്ട, 2 മാർക്സിന്റെയിലേക്കുള്ള ആ ഒരു കാര്യം മാത്രം നോക്കി വെക്കുക. ഓക്കെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ കാര്യം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ്സ് ആണ് കൂടുതൽ 5 മാർക്കിന്റെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു കാര്യം പറയാനുള്ള. ഇനി നെക്സ്റ്റ് കൺസ്ട്രക്റ്റീവ് കാര്യങ്ങൾ. ഇനി 2 മാർക്ക്
അപ്പോൾ നേരത്തെ ഡോക്ട്രിൻ ഓഫ് അൾട്രാവേഴ്സ് പറഞ്ഞു 2 മാർക്ക്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അപ്പൊ 2 മാർക്കിന്റെ മാത്രം നോക്കാം. ഒരു 3 സെന്റൻസ് പഠിക്കുക. 2-3 ചോദ്യങ്ങള്. അടുത്ത ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇതൊരു പ്രാവശ്യം 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ എക്സെപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് 2 മാർക്കിന്റെ ചോദ്യമായിട്ടും ചിലപ്പോ ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താന്നുള്ളത് 5 മാർക്കിന്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ 3-ലും നേരത്തെ പറഞ്ഞ 2 ടോപ്പിക്ക് അൾട്രാവയൽസും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ളതും നമ്മൾ 2 മാർക്കിന്റെ ചോദ്യത്തില് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താന്നുള്ള 2 മാർക്കിന്റെ ചോദ്യത്തിലും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ എക്സംഷൻസ് ടു ദി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, അത് 5 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നിർബന്ധമായും പഠിക്കുക. ഇനി പ്രോസ്പെക്ടസ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. കട്ടയ്ക്ക് നിൽക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ വലിച്ചു വാരി പഠിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഈ ടോപ്പിക്കിന്റെ സ്കോപ്പ് 2 മാർക്സിന്റെയാണ്. അപ്പൊ മിനിമം 2 മാർക്കിന്റെയുള്ള കാര്യങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്താണ്, പ്രോസ്പെക്ടസ് എന്താണ് എന്നുള്ളതിന്റെ തിയറി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. സോ ഇങ്ങനെ സെക്കൻഡ് മൊഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഇൻകോർപ്പറേഷൻ അതിന്റെ പ്രൊസീജിയർ ആണ് ഇതിൽ ആയിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ്. ഒറ്റ പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത് ഇൻകോർപ്പറേഷന്റെ. ബാക്കിയുള്ളതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, 5 മാർക്കിന്റെ എക്സെപ്ഷൻസ് ടു ഇൻഡോർ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ 2 മാർക്കിന്റെ ചോദ്യം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3 ഷെയർ ക്യാപിറ്റൽ. ഇതൊക്കെ നമ്മൾ കമ്പനീസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എന്താണ് നേരത്തെ പറഞ്ഞ ഷെയർസ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യം നോക്കി വെക്കുക. ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇക്വിറ്റി, പ്രിഫറൻസ്, ഇത് നമുക്ക് 2 മാർക്കിന്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് IPO എന്താണ് 2 മാർക്കിന്റെ ചോദ്യം. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് 2 മാർക്കിന്റെ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ് കേട്ടോ. ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് വെറുതെ നോക്കി നേരങ്ങളായിരുന്നു ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ. നെക്സ്റ്റ് ബുക്ക് ബിൽഡിംഗ് എന്താണ് 2 മാർക്സിന്റെ റിപ്പീറ്റ് ആണ്. ബുക്ക് ബിൽഡിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നിർബന്ധമായും പഠിച്ചു വെക്കുക. ബുക്ക് ബിൽഡിംഗ് അപ്പൊ 2 മാർക്കിന്റെയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ആ രീതിയിൽ പഠിക്കാം. പിന്നെ അതിൽ ബുക്ക് ബിൽഡിങ്ങിന്റെ പ്രോസസ് ഉണ്ട്, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, നോക്കി വെക്കാമെന്ന് മാത്രം. ബുക്ക് ബിൽഡിംഗ് എന്താന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി നെക്സ്റ്റ് നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് ഇതൊക്കെ തന്നെയാ വരാറ് കേട്ടോ. ഇത് വിട്ടിട്ട് അങ്ങനെ കാണാറില്ല. സെബി, നോമിനി, റീഫണ്ട്, അറേഞ്ച്മെന്റ്, ഇതൊന്നും അങ്ങനെ വരാറില്ല. സ്വെറ്റ് ഇക്വിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണ് 2 മാർക്കിന്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. 5 മാർക്കിന്റെയും വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റ് ഇക്വിറ്റി ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി. അപ്പൊ സ്വെറ്റ് ഇക്വിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താ, എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ സ്ഥാപനത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് കമ്പനി അവർക്ക് ഷെയർസ് കൊടുക്കുകയാണ്. അതിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി, അവരുടെ പെർഫോമൻസിന്റെ ബേസിൽ. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ് ചോദ്യം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പൊ അത് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി അപ്പോൾ വലിച്ചു വരി പഠിക്കാനല്ല പറയുന്നത്, 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും. നെക്സ്റ്റ് ബോണസ് ഷെയർസ് ഉണ്ട്, റൈറ്റ് ഷെയർസ് ഉണ്ട്. 2 മാർക്സിന്റെ ചോദ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2 മാർക്കിന്റെ വരാറുള്ളൂ വരുന്നുണ്ടെങ്കിൽ. റൈറ്റ് ഷെയർ എന്താന്നുള്ളത് ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ബോണസ് ഷെയർ എന്താന്നുള്ളതും ചോദിക്കാം. അപ്പൊ 2 മാർക്കിന്റെയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണിത്. അതല്ലാണ്ട് വലിച്ചു വാരി പഠിച്ച നേരങ്ങളായിരുന്നത് ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ
ബോണസും റൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റൈറ്റ് ആണ്. ഫർദർ റൈറ്റ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എഗെയിൻസ്റ്റ് പേയ്മെന്റിന്റെ ബേസിൽ കൊടുക്കുമ്പോഴാണ് അതിനെ റൈറ്റ് ഷെയർസ് എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഒതുക്കി പഠിക്കുക, വലിച്ചു വരി പഠിക്കാണ്ട്. നെക്സ്റ്റ് ഈ സോപ്പും 2 മാർക്കിന് വരാറുള്ളതാണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഈ സോപ്പും വരാറുണ്ട്. അതും ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതല്ലാണ്ട് അതിൻ്റെ അടിയിൽ കാണുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും അല്ല, വരാറില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ 2 മാർക്സിൻ്റെയിലേക്കുള്ള സജഷൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ദെൻ പിന്നെ ഇതിൽ അധികം ഇല്ല. ഈ ചാപ്റ്റർ ഇത്രയ്ക്ക് തന്നെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. റിപ്പീറ്റ് ആയിട്ട് കോൾസ് പിന്നെ വരുന്നു, പിന്നെ ബോർഡ് ഓഫ് ഇതിൽ നിന്നൊന്നും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറില്ല കേട്ടോ. മെയിനായിട്ട് സ്വെറ്റ്, ഈസോപ്പ്, ബോണസ്, റൈറ്റ് ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് ആണ് ഞാൻ പറഞ്ഞു കൂടുതൽ കാണാറുള്ളത്. ഫീച്ചർ ഓഫ് ഷെയർസ് നോക്കാം എന്ന് മാത്രം, അത് വിട്ടിട്ടുള്ളതൊന്നുമില്ല. അഗെയിൻ അതൊരു 2 മാർക്സിൻ്റെ ചോദ്യമാണ്. ഫീച്ചറിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ അങ്ങനെ നമ്മൾ കണ്ടുവരാറില്ല. സറണ്ടർ ഓഫ് ഷെയർസ് കണ്ടിട്ടില്ലേ നോക്കി വയ്ക്കാം എന്ന് മാത്രം. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കുള്ള സ്കോപ്പ് മാത്രമാണ് അവിടെയും വരുന്നത്. പിന്നെ ഇതിൽ കാണുന്ന കാര്യങ്ങൾ ഷെയർ സർട്ടിഫിക്കറ്റ് 2 മാർക്സിൻ്റെയിലേക്ക് നോക്കാം. റിപ്പീറ്റ് അല്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, നോക്കി വയ്ക്കാം എന്ന് മാത്രം. പിന്നെ ഇതിൽ ഈ ചാപ്റ്ററിൽ ഇനി വേറെ കാര്യങ്ങളെന്ന് പറയാനില്ല. ബൈബാക്ക് നോക്കാട്ടെ 2 മാർക്കിൻ്റെയിലേക്ക്, 2 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക്. ഇതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടുവരാറ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നോക്കി നേരം കളയരുത്. കാരണം ഇതിൽ നിന്ന് വരുന്ന ഏരിയാസ് വളരെ കുറവാണ്. നമ്മൾ മെയിനായിട്ട് മറ്റൊരു ടോപ്പിക് 2 മാർക്സിന്റെ റിപ്പീറ്റ് ആണ്. ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ റീമെറ്റീരിയലൈസേഷൻ എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ റീമെറ്റീരിയലൈസേഷൻ എന്താണ്. സോ ഇതിലേതെങ്കിലും നമുക്ക് 2 മാർക്കിന്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മാറി മാറി വരുന്നതാണ്. ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആണ്. അങ്ങനെ കണ്ടുവരാറില്ല ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിന്റെ കൺസെപ്റ്റ്. ഷെയർ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ എക്സാമിന് വരാത്തതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഏരിയയിലോട്ടാണ് നമുക്ക് കിടക്കേണ്ടത്. ട്രാൻസ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇനി ലാസ്റ്റ് പോകേണ്ട ഏരിയയിലോട്ട് കിടക്കാം. അപ്പോൾ വെറുതെ നോക്കി ടൈം വേസ്റ്റ് ചെയ്തിരിക്കുക. ഇനി മൊഡ്യൂൾ നമ്പർ 4 ആണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 2 and 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് കൂടുതൽ കണ്ടുവരാറ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക. ഇനി മൊഡ്യൂൾ നമ്പർ 4 ആണ്. മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ആണ്. ഇതിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുള്ളതാണ്. 2 മാർക്ക് 5. ഇപ്പം നമുക്ക് 4 എസ് എന്ന് പറയുമ്പോൾ 4 മൊഡ്യൂൾ നിടണ്ടേ. അപ്പോൾ മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ആണ്. ഇതിൽ ഡയറക്ടറെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, അവരുടെ റൂൾ എന്താണ്, ഡ്യൂട്ടീസ്, പവേഴ്സ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആദ്യം. ദെൻ നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറെ പറ്റിയിട്ട് 2 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡയറക്ടറെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന്റെ ചോദ്യത്തിൽ കാണാറുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട് 5 മാർക്സിന്റെ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഏരിയ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ പ്രസന്റേഷൻ വളരെ പൂറാണ്. ഒരു നല്ല പ്രസന്റേഷൻ അല്ല. വിമൻ ഡയറക്ടർ 2 മാർക്കിന്റെ ചോദ്യത്തിലാണ് നമ്മൾ വിമൻ ഡയറക്ടറെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. പിന്നെ കമ്മിറ്റീസിൽ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് പ്രോസസ്സസ്, അപ്പോയിൻമെന്റ് ആൻഡ് റിമൂവൽ, ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി, ദെൻ അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടർ.
ഈ ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എസ്എക്ക് ചോദ്യങ്ങൾ കണ്ടുവരാറ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താണ് അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ. ഇപ്പൊ അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ടും അതിന്റെ സ്റ്റെപ്പുകൾ, അഡീഷണൽ ഡയറക്ടർ അപ്പോയിന്റ്മെന്റ്, AGM എന്താണ് എന്നുള്ളത്, ആരാണെന്നുള്ളത് 2 മാർക്കിനിൽ വന്നിട്ടുണ്ട് കേട്ടോ. AGM അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. ഡ്യൂട്ടീസ്, ഡയറക്ടേഴ്സിന്റെ റോള്, അതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. ഡ്യൂട്ടീസ്, ഡയറക്ടറെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം 5 മാർക്കിന്റെയും അതുപോലെ തന്നെ എസ്എക്കും പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ഓക്കെ. പ്രോക്സി 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. ഇനി വേറെ റിമൂവൽ ആണല്ലോ കേട്ടോ. പിന്നെ ട്രൈബ്യൂണൽ നോക്കാം കേട്ടോ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ശരിക്കും ഇത് ഈ ഒരു ബുക്കിലെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നോക്കി പഠിക്കരുത്, നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് പോകുന്നുള്ളതാണ്. DIN 2 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ചാപ്റ്ററിലുണ്ട്, ഞാനിപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ റിമൂവൽ ഓഫ് ഡയറക്ടർ. അപ്പം അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ടും റിമൂവലിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാറ്. സോ ഇതിന്റെ പ്രസന്റേഷൻ ഒരു സുഖില്ല ഇതിൽ കേട്ടോ. കീ മാനേജറൽ പേഴ്സണൽ 2 മാർക്കിന്റെ വന്നിട്ടുണ്ട് ഒറ്റ പ്രാവശ്യ പേപ്പറിൽ. അതല്ലാണ്ട് വേറെ ചോദ്യമൊന്നും കണ്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് കീ മാനേജറൽ പേഴ്സണൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് ഗവേണൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ 2 ടോപ്പിക്കുകൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണോ ചിലപ്പോൾ 2ഉം എക്സാമിന് വരാറുണ്ട്. 2 മാർക്കിന്റെ ചോദ്യം കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, അതിന്റെ നീഡ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നീഡ്, ഓക്കെ, ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് 5 മാർക്കിന്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളത് പഠിക്കുക, അതിന്റെ നീഡ് പഠിക്കുക, പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് 2ഉം മാറി മാറി വരുന്നതാണ്. CSR എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ റോള്, അവരുടെ ഡ്യൂട്ടീസ്, പവേഴ്സ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഇതാണ് ഇവരുടെ മെയിൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, CSR 2 മാർക്കിലോ 5 മാർക്കിലോ പ്രതീക്ഷിക്കാം. അതിന്റെ നീഡൊക്കെ പഠിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 4ത്തെ കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്, മൊഡ്യൂൾ നമ്പർ 5 കമ്പനി മീറ്റിംഗ്സ് ആൻഡ് വൈൻഡിങ് അപ്പ്. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ബ്ലോക്കിലോട്ട് അല്ലെങ്കിൽ 2 മൊഡ്യൂളിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ എസ്സേ കിട്ടും, മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 5ഉം. അപ്പോൾ ഇതില് കമ്പൽസറി ആയിട്ട് എസ്സേ വരാറുണ്ട്, ഒന്നുകിൽ മീറ്റിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിനെ പറ്റിയിട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യമാണ് വരാറ്. വാലിഡ് മീറ്റിങ്ങിന് അതിനെ പറ്റിയിട്ടാണ് ചോദിക്കാറ്. സോ ചാപ്റ്റർ നമ്പർ 5 ആണ്. സോ ആദ്യം തന്നെ മെമ്പേഴ്സ് മീറ്റിംഗ്, എന്താണ് മീറ്റിംഗ്, ദെൻ അതിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ്, റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. പിന്നെ AGM എന്താണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ്, അത് 2 മാർക്കിന്റെ ചോദ്യം. പിന്നെ അതിൻ്റെ എസെൻഷ്യൽസ് ആണ്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ് അത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പറഞ്ഞ മീറ്റിങ്ങിൻ്റെ റിക്വസിറ്റ്സ്. ഓക്കെ, വാലിഡ് മീറ്റിങ്ങിൻ്റെ കേട്ടോ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ചോദ്യമാണത്. എസ്സേക്കും അതുപോലെ തന്നെ 5 മാർക്കിന്റെ ചോദ്യത്തിലും വരാറുണ്ട് റിപ്പീറ്റ് ആയിട്ട്. നമ്മുടെ ബുക്കിലത്തെ സ്റ്റഡി മെറ്റീരിയലത്തെ പ്രസന്റേഷൻ അഗെയിൻ ടു പുവർ. സോ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് ഇതാണ് കണ്ടന്റ്. ഓക്കെ, ക്വാറം എന്താണ്, ക്വാറം ഓഫ് മീറ്റിംഗ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കാം. പ്രോക്സീസ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോക്സി 2 മാർക്കിന്റെ ചോദ്യത്തിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് സ്പെഷ്യൽ റെസൊല്യൂഷൻ, റിപ്പീറ്റ് ആയിട്ട് വരാറില്ല അങ്ങനെ. ഏരിയാസ് ഒന്നും അങ്ങനെ
ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ വൈൻഡിങ് അപ്പാണ് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. വൈൻഡിങ് അപ്പിൽ കമ്പൽസറി അതുപോലെ തന്നെ വോളണ്ടറി. ഇപ്പോൾ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് അതിനെ പറ്റിയിട്ട് വൈൻഡിങ് അപ്പ് എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, അതിലെ കമ്പൽസറി വൈൻഡിങ് അപ്പ്, വോളണ്ടറി, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. വൈൻഡിങ് അപ്പ് എന്താണ്? വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തലാണ്, സ്റ്റോപ്പ് ചെയ്യണോ. അതിൽ കമ്പൽസറി ആയിട്ട് നിർത്തുന്നുണ്ട്. വൈൻഡിങ് അപ്പും കമ്പൽസറി ആയിട്ടുള്ള വൈൻഡിങ് അപ്പ് ഇതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. SAക്ക് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. സോ ഇതാണ് ഇതില് SA ആയിട്ടുള്ള ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതില് ലിക്വിഡേറ്റർ ആരാണ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയ്ക്ക് തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ള. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ലിക്വിഡേറ്റർ ആരാണ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലിക്വിഡേറ്റർ, പ്രൊമോട്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡേറ്ററെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പവേഴ്സ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല ലിക്വിഡേറ്ററുടെ, ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല ലിക്വിഡേറ്ററെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വൈൻഡിങ് അപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഇല്ലേ, അത് കൂടുതലെടുത്ത് നോക്കാം. ലിക്വിഡേറ്ററെ പറ്റിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് നോക്കാം. കൂടുതൽ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് മീറ്റിംഗ്, റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ലിക്വിഡേറ്റർ ആരാണെന്ന് നോക്കാം. അതുപോലെ തന്നെ AGM 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാ? മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 5ഉം പിന്നെ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 90% മാർക്സ് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് ഫോക്കസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുക, അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 4, ദെൻ മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 3. കാരണം മൊഡ്യൂൾ നമ്പർ 3 നമ്മൾ 2 and 5 മാർക്സ് ചോദ്യങ്ങൾക്കാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി എവിടെ, 3rd സെമസ്റ്ററിൽ. ഓക്കെ, സോ ഈ ഒരു ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പാസ് മാർക്ക് മാത്രം മതി, ഒന്നും കഴിയാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ജയിക്കാം ഈ 2 മൊഡ്യൂൾസ് ഫോളോ ചെയ്തിട്ട്. പിന്നെ കുറച്ചും കൂടി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മാർക്സിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.